ചെന്നീർക്കര പ്രക്കാനത്ത് മാലിന്യം തള്ളാൻ ശ്രമം. പമ്പാ നദിയിൽ നിന്ന് ശേഖരിച്ച ശബരിമല തീർത്ഥാടകരുടെ വസ്ത്രങ്ങളാണ് ഉപേക്ഷിക്കാൻ ശ്രമിച്ചത്. മാലിന്യം തള്ളിയ ലോറി ഉൾപ്പെടെ നാട്ടുകാർ തടഞ്ഞു. വി ജയശങ്കർ വിവരങ്ങൾ നൽകും പത്തനംതിട്ടയിൽ നിന്ന്. ജയശങ്കർ, ഇതൊരു കരാർ കമ്പനിയെ ഏൽപ്പിച്ച ജോലിയാണല്ലോ, അവരാണ് ഇത് ജനവാസ കേന്ദ്രത്തിൽ തള്ളി രക്ഷപ്പെടാൻ ശ്രമിച്ചത്? അതായത് വിജയകുമാർ, പത്തനംതിട്ട ചെന്നീർക്കര പഞ്ചായത്തിൽ പ്രക്കാനത്താണ് ഇത്തരത്തിൽ പമ്പാ നദിയിൽ നിന്ന് ശേഖരിച്ച വസ്ത്രങ്ങൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ തള്ളാനുള്ളൊരു ശ്രമം ഉണ്ടായത്. പൊതുവഴിയിലാണ് ഈ ഒരു ലോറിയിൽ വന്ന ആളുകൾ ഈ വസ്ത്രങ്ങൾ ഇറക്കാനുള്ളൊരു ശ്രമം നടത്തിയത്. കുറച്ചധികം വസ്ത്രങ്ങൾ അവർ റോഡ് സൈഡിലുള്ള കലിങ്കിനടുത്ത് ഇറക്കുകയും ചെയ്തു. ഈ ഘട്ടത്തിലാണ് നാട്ടുകാർക്ക് ഇതിൽ സംശയം തോന്നി. നാട്ടുകാർ ഇടപെടുകയും ഇത് എവിടെ നിന്നാണ് എന്താണെന്നൊക്കെ ചോദിക്കുന്നത്. ആ ഘട്ടത്തിലാണ് ശബരിമലയിൽ നിന്ന് അല്ലെങ്കിൽ പമ്പയിൽ നിന്ന് ശേഖരിച്ച വസ്ത്രങ്ങളാണ് എന്നുള്ള രീതിയിൽ ഇവർ പറഞ്ഞത്. ആദ്യഘട്ടത്തിൽ നാട്ടുകാർ ഇത് കയറ്റി കൊണ്ടുപോകണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ തൊഴിലാളികൾ 2 ദിവസത്തിനുള്ളിൽ ഇവിടെ നിന്ന് എടുത്തു കൊണ്ടുപോകുന്ന രീതിയിലുള്ള മറുപടികളൊക്കെ പറഞ്ഞു. ഇപ്പോൾ എന്തായാലും നാട്ടുകാർ ഇത് തിരിച്ചു കയറ്റാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഈ വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രദേശത്ത് എത്തിയിട്ടുണ്ട്. ഇത് ഒരു പൊതുവഴിയാണ്. ഏതു തരത്തിലാണെങ്കിലും ഇവിടെ ശേഖരിച്ചു വെച്ച് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാനാണെങ്കിൽ പോലും ഇങ്ങനെ പാതിരാത്രി ഒരു വാഹനത്തിൽ വന്നൊരു പ്രദേശത്ത് ഇത്തരത്തിൽ ശേഖരിച്ച മാലിന്യം എന്ന തരത്തിൽപ്പെടുന്ന വസ്ത്രങ്ങൾ ഉപേക്ഷിക്കുന്നത് നിയമവിരുദ്ധമായ കാര്യം തന്നെയാണ്. എന്തായാലും നിലവിൽ നാട്ടുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെയുണ്ട്. തിരിച്ച് അവിടെ ഇറക്കിയ ഈ വസ്ത്രങ്ങളെല്ലാം തന്നെ തിരിച്ച് അതേ ലോറിയിൽ കയറ്റണമെന്നൊരു ആവശ്യമാണ് എന്തായാലും നാട്ടുകാർ അവിടെ ഉന്നയിച്ചിരിക്കുന്നത്. ഈ വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ള ആളുകളോട് നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പോൾ അവിടെ പോലീസൊക്കെ എത്തിയിട്ടുണ്ടോ ജയശങ്കർ? അതോ നാട്ടുകാർ മാത്രമേ, ജനപ്രതിനിധികളൊക്കെ മാത്രമേ ഇപ്പോഴും അവിടെ ഉള്ളൂ? അതായത് വിജയകുമാർ, ഇതുവരെ പ്രദേശത്ത് പോലീസ് എത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ നാട്ടുകാർ ഇത്തരത്തിൽ അസ്വാഭാവികമായി കണ്ടതുകൊണ്ടാണ് ഇടപെട്ടത്. കാരണം രാത്രി സമയത്ത് ഒരു ലോറിയിൽ ഇങ്ങനെ ഒരു പ്രദേശത്ത് ഒരു ഇരുട്ടിന്റെ മറവിൽ അല്പം കാടൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് ഇത്തരം മുണ്ട് പോലെയുള്ള വസ്ത്രങ്ങൾ ഉപേക്ഷിക്കേണ്ട സാഹചര്യമില്ല. ഇനി ഏതെങ്കിലും തരത്തിൽ ആ പ്രദേശത്ത് ശേഖരിച്ചു വെച്ച് മാറ്റാനാണെങ്കിൽ തന്നെ ഇങ്ങനെ പാതിരാത്രി ഒരു പൊതുയിടത്തിൽ ഇത്തരം കാര്യങ്ങൾ ഇറക്കുന്നത് അത് നിയമവിരുദ്ധവുമാണ്. ഇത്തരത്തിൽ ഏതെങ്കിലും കരാർ കമ്പനിയോ മറ്റോ ആണെങ്കിൽ തന്നെ അവർക്ക് ഇതിന്റെ പ്രത്യേക ഒരു പ്ലാന്റോ ഇല്ലെങ്കിൽ മറ്റു സംവിധാനങ്ങളോ ഒക്കെ തന്നെ വേണം. എന്തായാലും ഈ തൊഴിലാളികൾ നാട്ടുകാരോടൊക്കെ പറഞ്ഞിരിക്കുന്നത് തങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ഈ കരാർ കമ്പനിയുമായി ബന്ധപ്പെട്ട ആളുകൾ എന്നൊക്കെയാണ്. എന്തായാലും ഈ കാര്യത്തിലും സ്ഥിരീകരണമില്ല. പക്ഷെ ഇവർ എന്തായാലും ഇവിടെ ഇത് കുറച്ചധികം നാട്ടുകാരിൽ ചിലരുടെ പ്രതികരണം കൂടി ലഭ്യമായിട്ടുണ്ട്. അതിലേക്ക് ഒരു കറുത്ത തുണിക്കെട്ടുകളാണ് മൊത്തം അതിങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. പമ്പയിൽ നിന്ന് ഭാര്യ തുണിയാണ് ഇവിടെ കൊണ്ടുവന്നിട്ട് അവിടെ ഒരു വ്യക്തിയുടെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അത് വാഷ് ചെയ്ത് തമിഴ്നാട് കയറ്റി അയക്കാറുള്ളതാണ്. നാളെ തന്നെ മാറ്റും, മറ്റേ ഞായറാഴ്ച മാറ്റും എന്ന് പറഞ്ഞു. പക്ഷേ ഞാനിത് കണ്ടപ്പോൾ ആദ്യം ഞാൻ അത്ര കാര്യമായി എടുത്തില്ലെങ്കിലും ഞാൻ ആദ്യം വന്ന് കണ്ടു പോയി. പക്ഷേ പിന്നെ എനിക്ക് മനസ്സിലായി ഇത് ഭീമാകാരമായ ടോറസ് വണ്ടിക്കകത്താണ് ഒരു 10-20 ടൺ സാധനമുണ്ട്. ഇതെല്ലാം കൂടി ഇവിടെ കൊണ്ടുപോകണം ഇറക്കിയ നാട്ടുകാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടും ഇത് അസുഖം പിടിച്ചതിൻ്റെയും ഒരു പക്ഷേ അസുഖത്തിനും എല്ലാം കാരണമാകുന്നതുകൊണ്ട് ഒരു കാരണവശാലും പറ്റത്തില്ല, എൻ്റെ വാർഡിൽ ഇത് പറ്റത്തില്ല എന്ന് പറഞ്ഞവരിപ്പോൾ തിരിച്ചു വാരുകയാണ്. മാലിന്യം തള്ളിയ ലോറി നാട്ടുകാർ തടഞ്ഞു. അത് വീണ്ടും ആ ലോറിയിൽ കയറ്റി മറ്റെവിടേക്കെങ്കിലും കൊണ്ടുപോകാനുള്ള നീക്കം ആ കരാർ കമ്പനിയുടെ പ്രതിനിധികൾ എന്നാണ് അവകാശപ്പെടുന്ന അവരുടെ ഭാഗത്തുനിന്നുണ്ട്. വി ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്ന്.